ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇക്കാരിസ് എന്നുള്ളൊരു സ്പേസ്ഷിപ്പിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് നമ്മളൊരു 4 ആസ്ട്രോനറ്റുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അൺനോൺ ആയിട്ടുള്ളൊരു പ്ലാനറ്റിൽ ഇവർ പോയി ആക്സിഡൻ്റലി ഇറങ്ങിയ കാര്യം നമ്മൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിന് ശേഷം ഇവർക്ക് എന്ത് സംഭവിച്ചെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു 4 ആസ്ട്രോനട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞേക്കാം. ജോർജ് ടൈലർ, ജോൺ ലാൻഡോൺ, തോമസ് ഡോഡ്ജ്, പിന്നീട് മേരി ആൻഡ് സ്റ്റുവർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ 4 പേരിൽ ഈ ഒരു മേരി ആൻഡ് സ്റ്റുവർട്ട് എന്നുള്ള ഈ ഒരു ആസ്ട്രോനട്ട് ആ ഒരു ഷിപ്പിൽ വെച്ച് തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സർവൈവ് ചെയ്ത ബാക്കി 3 ആസ്ട്രോനട്ടുകളും, അതായത് മെയിലായിട്ടുള്ള ഈ ഒരു 3 പേരും ആ ഒരു പ്ലാനറ്റിൽ എന്തോ സംഭവം എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്നുണ്ട്. കാരണം അവരുടെ സ്പേസ് ഷിപ്പ് ആ ഒരു വെള്ളത്തിൽ മൊത്തത്തിൽ താന്നു പോകുന്നതായിട്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം അവർക്ക് തിരിച്ചെന്തായാലും നമ്മുടെ എർത്തിലോട്ട് ആ ഒരു സ്പേസ് ഷിപ്പ് യൂസ് ചെയ്തിട്ട് തിരിച്ച് വരാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇനി ഇവർക്ക് ഈ ഒരു പ്ലാനറ്റിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റത്തോളം എന്നുള്ളൊരു കണ്ടീഷനാണ് ഇവർ ഇപ്പോൾ എത്തിച്ചെന്ന് പെട്ട് നിൽക്കുന്നത്. അപ്പം അവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ എർത്തിലെ പോലെ തന്നെ ഓക്സിജനും വാട്ടറൊക്കെ ഉള്ളൊരു പ്ലാനറ്റിലാണ് അവർ ചെന്ന് എത്തിയിട്ടുള്ളത്. പക്ഷേ മറ്റ് പരിസരത്തിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയിലെ പോലെ ചെടിയോ കാര്യങ്ങളൊന്നും അവർ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് എന്തായാലും ഈ ഒരു പ്ലാനറ്റിൽ കിടന്നാണ് നമ്മളെല്ലാവരും മരിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാനറ്റ് മൊത്തം ചുറ്റി കണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് സമാധാനമായിട്ട് മരിക്കാം എന്നുള്ള രീതിയിൽ അവർ ആ ഒരു പ്ലാനറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് ചുവട് വെപ്പ് എന്നുള്ള രീതിയിൽ അവരുടെ കൂടെ ഉള്ള നമ്മുടെ ജോൺ ലാൻഡോൺ എന്നുള്ള ഒരു ആസ്ട്രോനട്ട് നമ്മുടെ അമേരിക്കൻ ഫ്ലാഗ് എടുത്ത് അവിടെ കുത്തുകയാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ചന്ദ്രനിൽ ആദ്യമായിട്ട് ലാൻഡ് ചെയ്ത സമയത്ത് അവർ ഫ്ലാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു ചെറിയൊരു റെഫറൻസ് അവർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജോർജ് ടൈലർ എന്നുള്ള ആ ഒരു ആസ്ട്രോനട്ട് ഭയങ്കര രീതിയിൽ കിടന്ന് ചിരിക്കുന്ന കാണാൻ പറ്റും. പക്ഷേ ആ ഒരു ചിരി എന്ന് പറയുന്നത് ഈ ഒരു പടത്തിനകത്ത് ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ തന്നെ ഫീൽ ചെയ്യും. എന്തായാലും അവർ ബാക്കി കാര്യങ്ങൾ, അതായത് അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവർ അവിടെ നിന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു മണിക്കൂറോളം ട്രാവൽ ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിനകത്ത്, അതായത് ഈ 3 ആസ്ട്രോനട്ടുകളിലും നമ്മുടെ തോമസ് ഡോഡ്ജ് എന്നുള്ള ഈ ഒരു ആസ്ട്രോനട്ട് ഫസ്റ്റ്, അതായത് ഈ ഒരു പ്ലാനറ്റിൽ ഒരു ചെടിയുടെ ഒരു ചെറിയൊരു അംശം അവിടെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ തന്നെ ഉറപ്പിക്കാം ഈ ഒരു പ്ലാനറ്റിനകത്ത് നമ്മുടെ എർത്തിലെ പോലെ തന്നെ ലൈഫ് ഇവിടെ ഉള്ളതായിട്ട് ഈ ഒരു ചെടി കൊണ്ട് തന്നെ ഏകദേശം അവർ ഉറപ്പിക്കുകയാണ്. അപ്പം എന്തായാലും ആ ഒരു ചെടിയുള്ള ആ ഒരു വശത്തേക്ക് തന്നെ അവർ ഫസ്റ്റ് നടന്നു പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അവരങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്. അതായത് ഇത്രയും നേരം നടന്നിട്ടും അവിടെ രാത്രി ആവുന്നില്ല എന്നുള്ളൊരു സംഭവം അവർ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ രാത്രി ആവുന്നില്ലെന്നല്ല, അവിടെ നമ്മുടെ ഭൂമിയിൽ 12 മണിക്കൂർ എടുത്തിട്ടാണ് രാത്രി ആവുന്നതെങ്കിൽ അവിടെ ഇച്ചിരി കൂടെ കൂടുതലായിട്ട് എടുക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവർ മുന്നോട്ട് പോകും തോറും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ആദ്യം കണ്ട പോലെ അവിടെ ഇവിടേക്കായിട്ട് ചെടികൾ കിളിച്ചിരിക്കുന്നതായിട്ട് അവർക്ക് കണ്ണിൽ പെടുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഉറപ്പിച്ച് അങ്ങോട്ട് ഇനി പോകുന്ന സമയത്ത് നല്ല രീതിക്ക് ലൈഫ് ഫോമുള്ള എന്തെങ്കിലും ഒരു ഏരിയയിലോട്ട് പോയി എത്തുക എന്നുള്ള രീതിയിൽ അവർ പിന്നെയും മുന്നോട്ട് തന്നെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് ചെല്ലുന്ന സമയത്ത് ഫൈനലി അവരൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ട് എത്തുന്നുണ്ട്. അതിന് ചുറ്റുമായിട്ട് നിറയെ മരങ്ങളും ചെടികളും ഉള്ള ഒരു ഏരിയയിലോട്ട് പോയി എത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് നല്ല രീതിക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. കാരണം അവർക്കിനി ഈ ഒരു പ്ലാനറ്റിൽ സുഖമായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ നേരെ ചെന്നിട്ട് ആ ഒരു കുളത്തിൽ അല്ലെങ്കിൽ ആ ഒരു വെള്ളച്ചാട്ടത്തിന് കീഴിൽ പോയവരെല്ലാം നല്ല സന്തോഷിച്ച് കുളിക്കുന്ന സമയത്ത് വേറൊരു സംഭവം കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ ഈ കുളിക്കാൻ നേരത്ത് ഇവരുടെ ഈ ഒരു ആസ്ട്രോനോട്ട് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഊരി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്യൂട്ടും കാര്യങ്ങളൊന്നും അവിടെ വെച്ച സ്ഥലത്ത് കാണുന്നില്ല എന്നുള്ളൊരു സംഭവം ഒരു കണ്ണിൽ പെടുന്നുണ്ട്. അപ്പം ഇതിനെപ്പറ്റി അവർ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് അവിടെ ചുറ്റുപാട് നോക്കുന്ന സമയത്ത് ആരൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെയായിട്ട് കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു സംഭവങ്ങൾ, അതായത് ഇവരുടെ തുണികളും വെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓടുന്നതായിട്ട് ഇവിടെ കണ്ണിൽ പെടുന്നുണ്ട്. അപ്പം ഇവർ പുറകെ ഓടുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പ്ലാനറ്റിൽ മനുഷ്യരുണ്ടതായിട്ടാണ് അവർക്ക് മനസ്സിലായത്. പക്ഷേ ഈ ഒരു മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ, അതായത് നമ്മുടെ മനുഷ്യരുടെ പരിണാമത്തിൽ ആദ്യത്തെ പ്രൈമേറ്റ് ഹ്യൂമൻസ് എങ്ങനെയാണോ, അതായത് ഹോമോസാപ്പിയൻസ് തന്നെ, അതായത് കാട്ടിലൊക്കെ വളരുന്ന ആ ഒരു സമയത്ത് എങ്ങനെയാണോ അതേപോലത്തെ മനുഷ്യരെയാണ് അവർക്ക് ആ ഒരു പ്ലാനറ്റിൽ കാണാൻ പറ്റുന്നത്. അതായത് ആ ഒരു കാട്ടിൽ വസിക്കുന്ന ആൾക്കാർ ഇവരെ ഒരുമാതിരി വല്ലാത്ത രീതിയിലാണ് ഇവരെ കാണുന്നതെങ്കിലും, പക്ഷേ നമുക്ക് അവരെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ആദിമ മനുഷ്യരെ പോലെയാണ് ഫീൽ ആവുന്നത്. പക്ഷേ അവർക്ക് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രൈമേറ്റ്സ് ആകുമ്പോൾ അവർക്ക് കാര്യമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ അത്യാവശ്യം വേണ്ടത്ര രീതിയിലുള്ള ഒരു ഡ്രസ്സിങ് പോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇലകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്. അങ്ങനെ എന്തായാലും നമ്മുടെ അതായത് നമ്മുടെ 3 ആസ്ട്രോനട്ടും ഈ മനുഷ്യരെ ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടുമുട്ടുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ആദിമ മനുഷ്യരെ പോലെ ഇരിക്കുന്ന ആൾക്കാർ ആരുടെയോ അല്ലെങ്കിൽ ഏതോ ഒരാളുടെ പുരയിടത്തിൽ, അതായത് കൃഷിസ്ഥലത്തിൽ ചോളം കട്ട് തിന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവരുടെ കണ്ണിൽ പെടുന്നത്. അപ്പം കിട്ടിയതല്ലേ നമുക്കും കഴിക്കാമെന്നുള്ള രീതിയിൽ നമ്മുടെ ഈ ഒരു 3 ആസ്ട്രോനട്ടും അങ്ങോട്ട് പോയി അവിടെ കിട്ടുന്നുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്
പെട്ടെന്ന് ഈ ഒരു കഥയിലെ വലിയൊരു ട്വിസ്റ്റും കാര്യങ്ങളും സംഭവിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ പുരയിടത്തിൽ കയറി നമ്മുടെ അനുവാദം ചോദിക്കാതെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മൾ കയറി എന്തെങ്കിലും പറയും അല്ലെങ്കിൽ അടിക്കാൻ പോകും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. അതായത് അവർ നിന്ന ആ ഏരിയയുടെ ഒറിജിനൽ ഉടമസ്ഥർ അങ്ങോട്ട് വരുവാണ്. അത് വേറെ ആരുമല്ല, നമ്മൾ വിചാരിച്ച പോലെ തന്നെ അതായത് എയ്പ്സ് എവോൾവ് ചെയ്ത ഒരു പ്ലാനറ്റിലാണ് നമ്മുടെ ഈ ഒരു 3 ആസ്ട്രോനട്ടും വന്ന് എത്തിപ്പെട്ടിട്ടുള്ളത്. അതായത് അവിടെ നമ്മുടെ എർത്തിന് സിമിലർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റും കാര്യങ്ങളും ആണെങ്കിലും പക്ഷേ നമ്മുടെ ഹ്യൂമൻസിന് പകരം അവിടെ ഇവോൾവ് ആയി അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ളത് എയ്പ്സ് ആണെന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സംഭവം കാണുമ്പോഴത്തേക്ക് നമുക്കിത് എന്തോ ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു തട്ടിക്കൂട്ട് കഥ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിൽ ആദ്യം വരത്തുള്ളൂ. അതായത് എയ്പ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മനുഷ്യർ വെച്ചൊരു പടം എടുക്കുന്നു, അങ്ങനെയുള്ള സിമ്പിളായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ഇതിന് പക്ക റീസണും കാര്യങ്ങളും, അതായത് എയ്പ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ഇവോൾവ് ആയി, മനുഷ്യർ എന്തുകൊണ്ട് ഇവോൾവ് ആയിട്ടില്ല എന്നുള്ളൊരു കിടിലൻ റീസൺ ഈ ഒരു മൂവിയിൽ അവർ പറയുന്നുണ്ട്. അങ്ങനെ അതായത് ഈ ഒരു പുരയിടത്തിൽ വന്ന് കയറിയിട്ടുള്ള ഈ ആദിമ മനുഷ്യരെ പിടിക്കാൻ നമ്മുടെ എയ്പ്സിൻ്റെ ഭടന്മാരായിട്ടുള്ള ഗൊറില്ല വാറിയേഴ്സ് എന്നുള്ള ഒരു ടീം ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഇവോൾവ് ആയിട്ടുള്ള ഈ ഒരു സിവിലൈസേഷനിൽ ഈ സോൾജേഴ്സ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ ഒരു ഗൊറില്ല സോൾജേഴ്സ് എല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ ഈ ഒരു മനുഷ്യരെ അറഞ്ചും പുറഞ്ഞും തല്ലി ഓടിച്ച് പിടിക്കാൻ നോക്കുന്നതായിട്ടാണ് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത്. അതായത് നമ്മളങ്ങനെ കാട്ടിൽ പോയി മൃഗങ്ങളെ ഹണ്ട് ചെയ്ത് പിടിക്കുന്നു അതേപോലെ രീതിയിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു എയ്പ്സ് നമ്മുടെ ഹ്യൂമൻസിനെ ഹണ്ട് ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ അതായത് ഈ ഒരു പ്രൈമേറ്റ്സ് ആയിട്ടുള്ള ഹ്യൂമൻസിനെ ഹണ്ട് ചെയ്യുന്ന സമയത്ത് കൂടെ നമ്മുടെ ഈ ഒരു അതായത് നമ്മുടെ 3 ആസ്ട്രോനട്ട് ഇവിടെ ഉണ്ട്. അതായത് ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളും മറ്റവർ അടിച്ചുകൊണ്ട് പോയി ഇവരിപ്പോൾ ഫുള്ള് നെയ്ക്കഡ് അല്ലെങ്കിൽ ഒരു ഹാഫ് നെയ്ക്കഡ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതായത് മറ്റ് മനുഷ്യർ എങ്ങനെയാണോ അതേപോലെ ഇവരെയും പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയത്തുള്ളൂ. പക്ഷേ ആ രീതിയിൽ നോക്കിയപ്പോൾ നമ്മുടെ എയ്പ്സ് ഇവരെ വന്ന് ഹണ്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ വെച്ചിട്ട് നമ്മുടെ 3 ആസ്ട്രോനട്ടിനും 2-3 പണി കിട്ടുന്നതായിട്ട് നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജോർജ് ടൈലർ എന്നുള്ള ഈ ഒരു ആസ്ട്രോനട്ട്, അതായത് ഈ ഒരു ക്യാരക്ടർ ആയിരിക്കും നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് നമ്മൾ മുന്നോട്ട് ഇനി കാണാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിന് പറ്റിയൊരു അബദ്ധം എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു എയ്പ്സ് ഹണ്ട് ചെയ്യുന്ന സമയത്ത് അതായത് അവരുടെ ഒരു തോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പം ആ ഒരു തോക്കിൽ നിന്ന് വെടിവെച്ച ഒരു സംഭവം നമ്മുടെ ഈ ഒരു ടൈലർ അല്ലെങ്കിൽ ജോർജ് ടൈലർ എന്നുള്ള ഈ ഒരു ആസ്ട്രോനട്ടിൻ്റെ തൊണ്ടയിൽ വലിയൊരു ഡാമേജ് ഇല്ലെങ്കിലും നമ്മുടെ ഈ തൊണ്ടയുടെ സൈഡിൽ കൂടെ ആ ഒരു ബുള്ളറ്റ് പാസ് ചെയ്ത് പോയതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ ഒരു ക്യാരക്ടറിന് സംസാരിക്കാനുള്ളൊരു ശേഷി കട്ടായി പോകുന്നതായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജോർജ് ലാൻഡൺ, തോമസ് ഡോഡ്ജ് എന്നുള്ള മറ്റ് 2 ആസ്ട്രോനട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു ആസ്ട്രോനട്ട് വെടികൊണ്ട് മരിച്ചു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ജോർജ് ലാൻഡൺ എന്നുള്ള ആ ഒരു ക്യാരക്ടർ നമ്മുടെ വെടികൊണ്ട് വീണായിട്ടാണ് കാണിക്കുന്നതെങ്കിലും പിന്നീട് ഈ ഒരു ക്യാരക്ടറിന് എന്ത് സംഭവിക്കുന്നതെന്ന് ഈ ഒരു പടത്തിൻ്റെ ലാസ്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ഒരു എയ്പ്സ് എന്താ ചെയ്യാൻ പോകുന്നതെന്നും അതേപോലെ തന്നെ ഇവരുടെ ഈ ഒരു സിവിലൈസേഷൻ എങ്ങനെയാണ്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണ്, ഇതൊക്കെ ഈ ഒരു പടത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയേക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഫുള്ളി എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ള ഒരു കിടിലം സ്റ്റോറി തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് എന്നുള്ള ഈ ഒരു കഥയെന്ന് പറയുന്നത്. അതായത് ഈ ഒരു എയ്പ്സ് എന്തുകൊണ്ട് ഇവോൾവ് ആയെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഉത്തരം ഈ ഒരു സ്റ്റോറി ഫുള്ള് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് എന്നുള്ള ഈ ഒരു ഫ്രാഞ്ചൈസിനെ പറ്റി കൂടുതൽ അറിയാനും കാര്യങ്ങളൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്. Planet of the Apes, beyond your wildest dreams.